ജിബിൻ, നമുക്ക് ആദ്യം തന്നെ ആ ദൃശ്യങ്ങളൊക്കെ കാണാമായിരുന്നു. ആളുകൾ എല്ലാവരും തന്നെ രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു ഈ അപകടം നടക്കുന്ന സമയത്ത് തന്നെ. അതേപോലെ തന്നെയാണ് ഈ ആൾക്കൂട്ടം പിന്നീട് കൂടുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. ജയലക്ഷ്മി, അത് തന്നെയാണ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ നാട്ടുകാർ ഇവിടെ എത്തിയ നാട്ടുകാർ ഈ ബസ്സിനുള്ളിൽ അകപ്പെട്ടവരെയൊക്കെ തന്നെ കൃത്യമായി പുറത്തെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. ആ ശ്രമങ്ങളൊക്കെ തന്നെ വിജയമായിരുന്നു. പ്രത്യേകിച്ച് ഇതിനകത്ത് രക്ഷാപ്രവർത്തനത്തിന് കയറിയ ആളുകൾ പറയുന്നത് രണ്ടുപേരുടെ കാര്യത്തിൽ മാത്രമായിരുന്നു അവർക്കൊരു സംശയമുണ്ടായിരുന്നത്. കാരണം ഒന്ന്, ഈ മരണപ്പെട്ട ദാസിനി എന്ന് പറയുന്ന 61 വയസ്സായിട്ടുള്ള സ്ത്രീയുടെ കാര്യമാണ്. അവർ ഈ ബസ്സിൻ്റെ മധ്യഭാഗത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഉടൻ തന്നെ ആദ്യം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തിയവർ ഈ സ്ത്രീയെയാണ് പുറത്തേക്ക് എത്തിച്ച ഇവിടെ ആദ്യമെത്തി ആംബുലൻസിൽ കയറ്റി നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് അയക്കുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ഇവരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളോട് ആദ്യം പ്രതികരിച്ച ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആൾ പറഞ്ഞതാണ്, ബസ്സിൻ്റെ ഏറ്റവും ബാക്ക് സീറ്റിൽ ഒരു പയ്യൻ്റെ കഴുത്ത് കുടുങ്ങി കിടപ്പുണ്ടായിരുന്നു. ഈ ബസ്സിൻ്റെ ഗ്ലാസ് പൊട്ടിയതിന് ശേഷം ഈ ഒരു ഓടയുടെ ഭാഗമുണ്ട്, ആ ഒരു ഓടയുടെ ഭാഗത്തേക്ക് കഴുത്ത് കുടുങ്ങി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പയ്യനെ, ആ കഴുത്ത് കുടുങ്ങി കിടന്ന ആ പയ്യനെയൊക്കെ തന്നെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തേണ്ടി വന്നു. അത് നാട്ടുകാർക്ക് നടത്തിയതിനു ശേഷം ആ ഒരു ശ്രമം വിജയിച്ചില്ല. തുടർന്ന് ഇവിടെ എത്തിയ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ കട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ജനലിൻ്റെ പാളികളൊക്കെ തന്നെ പൊളിച്ചുകൊണ്ട് ആ യുവാവിനെ പുറത്തേക്ക് എടുത്തത്. ആ രണ്ടുപേരുടെ കാര്യത്തിൽ മാത്രമാണ് നാട്ടുകാർക്കൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നത്. മറ്റുള്ളവരുടെ പരിക്കുകളൊന്നും തന്നെ ഗുരുതരമല്ല എന്ന് ആദ്യം തന്നെ നാട്ടുകാർ പറഞ്ഞത്. എന്തായാലും ഈ യുവാവിനെ കൂടി ഇപ്പോൾ നെടുമങ്ങാട് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരൊക്കെ തന്നെ പറയുന്നത്, ഇവർ ഇവിടെ എത്തിയ സമയം മുതൽ തന്നെ ഈ ഡ്രൈവറിനെ ഈ വാഹനത്തിൽ കാണാനില്ലായിരുന്നു എന്നാണ് ഇവരെല്ലാം തന്നെ പ്രതികരിച്ചത്. ആദ്യഘട്ടത്തിൽ ഡ്രൈവർ നെടുമങ്ങാട് ആശുപത്രിയിൽ ഉണ്ടെന്നും അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയെന്നൊക്കെയാണ് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നത്. പക്ഷേ ഈ രണ്ട് ആശുപത്രിയിലും തിരക്കിയപ്പോൾ അവിടെയൊന്നും തന്നെ ഈ പറയുന്ന ഡ്രൈവർ എന്ന് പറയുന്ന ആൾ അവിടെ ഇല്ലായിരുന്നു. ഡ്രൈവറിൻ്റെ സഹായമായിട്ടുള്ള വിഷ്ണു എന്ന് പറയുന്ന ഒരു യുവാവ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഡ്രൈവറിനെ പോലീസ് തേടി. അപ്പോഴാണ് ഇതിന് സമീപത്തുള്ള ഗോകുലം മെഡിക്കൽ കോളേജ് ഉണ്ട്. സമീപത്തിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം യാത്രയുണ്ട്. വെമ്പായത്ത് നിന്ന് ഈ വെഞ്ഞാറുമൂട്, ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് വെഞ്ഞാറുമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രി ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ ഈ ഡ്രൈവർ എന്ന് സംശയിക്കുന്ന ഒരാൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഈ ആശുപത്രിയിൽ നൽകിയിരിക്കുന്ന വിവരം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ ഈ അപകടം പറ്റിയ വാഹനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ മാത്രമെന്നാണ് ആശുപത്രിയിൽ നൽകിയിരിക്കുന്ന വിവരം. അത് ഡ്രൈവറാണോ എന്നുള്ള കാര്യമൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോലീസിൻ്റെ ഒരു സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവർ അവിടെ എത്തിയാൽ മാത്രമേ ഈ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത് ഡ്രൈവറാണോ എന്നുള്ള ഒരു കാര്യത്തിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. എന്തായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഡ്രൈവർ ഈ നെടുമങ്ങാട് ആശുപത്രിയിൽ അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇല്ല എന്നുള്ളൊരു കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇനി ഈ പോയിട്ടുള്ള പോലീസ് സംഘം ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയാൽ മാത്രമേ അവിടെയുള്ളത് ഈ അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറാണോ അവിടെയുള്ളത്